ഹലോ വ്യൂവേഴ്സ്, ഇന്നേക്ക് ഞാൻ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു ഈവനിങ് സ്നാക്കാണ്. ഈവനിങ് സ്നാക്സ് എന്ന് പറയാൻ പറ്റില്ല, ഒരു അപ്പം. ഞങ്ങൾ ചെറിയ കുട്ടികളാകുമ്പോൾ എൻ്റെ അമ്മ ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് ഇങ്ങനെ അപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു. ആ അപ്പമാണ് അപ്പം ഞാൻ കാണിക്കാൻ പോണത്. നിങ്ങൾ പലർക്കും ചിലപ്പോൾ അറിയാണ്ടാവുമായിരിക്കും അത് എന്താണെന്നൊക്കെ. പക്ഷേ ഞാനൊരു പഴയ നൊസ്റ്റാൾജിയമാർ ഇപ്പോൾ അതൊന്ന് എടുത്ത് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് സാധനങ്ങൾ എടുക്കണം എന്നത് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്, ഒരു 2 ഗ്ലാസ് പച്ചരി നല്ല ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് നന്നായിട്ട് കഴുകി നല്ല വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുതിർക്കുമ്പോൾ തന്നെ അതിൽ 2 ചുവന്ന മുളക് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, പിന്നെ ഇതിൽ മെയിനായിട്ടുള്ള സാധനം നല്ല ജീരകം. ഇതാണ് ഇതിൽ മെയിൻ സാധനം. ഇതെല്ലാം വെച്ചിട്ട് നമ്മളൊരു ദോശമാവിൻ്റെ പരുവത്തിൽ ഞാനത് അരച്ചെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ ഈ കുതിർത്ത് വെച്ച പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിരിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ 2 ഉണക്കമുളക്, 2 വെളുത്തുള്ളി, പിന്നെ ഈ ചെറിയ ഉള്ളി ഫുള്ളായിട്ട് ഇടുകയാണ് കേട്ടോ. ചെറിയ ഉള്ളി ഒരു 10 ഉണ്ടാവും. പിന്നെ ഇതിൽ ഞാൻ ഇടാൻ പോകുന്നത് ജീരകം. ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് ദോശമാവിൻ്റെ പരുവത്തിൽ അരച്ചെടുക്കാൻ പോവുകയാണ്. അതിൻ്റെ മുന്നേ ഞാനൊരു കാര്യം പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനലിൻ്റെ പേര് ബ്ലോഗ് സ്പോട്ട് ഒഫീഷ്യൽ എന്നാണ്. അപ്പോൾ ഞാൻ ഇതുവരേക്കും എന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഒരു നന്ദി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുകയാണ്. ദയവ് ചെയ്ത് ഇനി എൻ്റെ ഈ റെസിപ്പിയൊക്കെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ ഈ ചാനലൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കൊക്കെ ചെയ്യണം. അപ്പം ഞാൻ ഈ മാവ് അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മളിത് കണ്ടില്ലേ, ദോശമാവിൻ്റെ പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകണമെന്ന് വെച്ചെങ്കിൽ കുറച്ച് കറിവേപ്പില നന്നായിട്ട് കുറച്ച് ചെറുതാക്കി കയ്യിൽ വെച്ച് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, മാവിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നിങ്ങൾ എടുത്ത് വെക്കണം. 1 മണിക്കൂർ 2 മണിക്കൂർ വെക്കണമെന്നൊന്നും ആവശ്യമില്ല. ഇങ്ങനെ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിക്കാം. ഇപ്പോൾ നമ്മളൊരു ദോശ ഉണ്ടാക്കണ ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ ചൂടായിട്ട് വരട്ടും. കുട്ടികളായിരിക്കുമ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കിയത് ദോശക്കല്ലൊന്നല്ല കേട്ടോ. ഉണ്ടാക്കിയിരുന്നത് നമ്മൾ ചീനച്ചട്ടി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക അറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ചട്ടിക്കാണ് ചീനച്ചട്ടി എന്ന് പറഞ്ഞാൽ ഇരുമ്പിലുണ്ടാവും. അതിലാണ് ഒഴിച്ചുണ്ടാക്കുക. വലിയ ഫാമിലിയാണ്. അതുകൊണ്ടാണ് അതിലുണ്ടാക്കുമ്പോൾ ചെറിയ അപ്പായിട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മൾക്കിത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തുടച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനത് ഈ മാവ് ഒഴിക്കുകയാണ്. പക്ഷേ വേറൊരു വിഷയമുണ്ട്. ഇത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അധികം വെളിച്ചെണ്ണ ഉപയോഗിക്കാനുള്ള വഴി നോക്കണം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു മണം കേട്ടോ. വെളിച്ചെണ്ണയാണ് അധികം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ മാക്സിമം ഉണ്ടാക്കാൻ നോക്കുക. വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോഴാണ് നല്ല മണം കിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മൂത്തിട്ട് വരട്ടെ. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്ന മാരിഞ്ഞ് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് കണ്ടാലേ നിങ്ങൾക്ക് അറിയില്ലേ. പക്ഷെ തിരിച്ചിടുമ്പോഴൊക്കെ നോക്കിയിടണം കേട്ടോ. പെട്ടെന്ന് ഇത് ഒട്ടൊന്നും ചെയ്യില്ല, നേരെ വരും. അതല്ലേ, നല്ലൊരു മണമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ചിലയിടത്തേക്ക് ഇതിന് പറയാം അട എന്നൊക്കെ പറയാണ്ടാവും. പക്ഷെ നമ്മൾ അട ഉണ്ടാക്കുമ്പോൾ കടലപ്പരിപ്പ് അതൊക്കെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുക. എല്ലാ കടലപ്പരിപ്പ് ഉഴുന്നും പരിപ്പൊക്കെ കുതിർത്തൽ ഉണ്ടാക്കുക. പക്ഷെ ഇത് അങ്ങനെയൊന്നുമല്ല, വെറും പച്ചരി മാത്രമാണ്. പച്ചരി ചെറിയ ഉള്ളി. പക്ഷെ നല്ല ടേസ്റ്റാണത്. നിങ്ങൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലൊരു സ്നാക്സാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒരു 2 ഗ്ലാസ് പച്ചരി നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂർ കുതിർത്തിട്ട് പെട്ടെന്ന് അരച്ചെടുത്ത് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ നല്ലതായിട്ടൊന്ന് വേവട്ടെ. ചത് വെച്ചിട്ട് നന്നായിട്ടൊന്നും ഇങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട്. നല്ല വേവ് ഉള്ളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ.
തീ കുറച്ച് കമ്മിയാക്കിയിട്ടേ വെച്ചോളൂ. അപ്പോൾ മെല്ലെ സ്ലോ ആയിട്ട് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, നന്നായിട്ട് ഏകദേശം ഒരു അടമാതിരി തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടില്ലേ, ഇതിൻ്റെ കൂടെ കൂടെ കഴിക്കാൻ ചട്നിയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് അങ്ങനെ കഴിക്കാവുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യണം. പിന്നെ ഒന്നും കൂടി പറയുകയാണ്, ഇതുവരെയ്ക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരു നന്ദി, ഒരു പ്രാവശ്യം കൂടി നന്ദി പറയുകയാണ്. ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും ഒരു നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു പ്രാവശ്യം കൂടി പറയുകയാണ്, എല്ലാവരും എൻ്റെ ചാനൽ ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.